അബ്ദുൽ മുത്തലിബിന് കഅബയുടെ തണലിൽ ഒരു പ്രത്യേക ഇരിപ്പിടമുണ്ടായിരുന്നു. മറ്റാർക്കും അവിടെ ഇരിക്കാൻ അനുവാദമില്ല. എന്നാൽ കുഞ്ഞു മുഹമ്മദ് ഓടി വന്ന് മുത്തശ്ശൻ്റെ മടിയിലിരിക്കുമ്പോൾ അമ്മാവന്മാർ അവനെ തടയാൻ നോക്കും. അപ്പോൾ അബ്ദുൽ മുത്തലിബ് അവരെ വിലക്കിക്കൊണ്ട് പറയുമായിരുന്നു, എൻ്റെ ഈ മകനെ വിടൂ. അല്ലാഹു ആണ് സത്യം. ഇവന് വലിയൊരു ഭാവി ഇരിക്കാനുണ്ട്. അദ്ദേഹം ആ കുഞ്ഞിൻ്റെ പുറത്ത് തടവി സ്നേഹിക്കും. ആ സ്നേഹം മക്കൾക്കാർക്കും വലിയൊരു അത്ഭുതമായിരുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അബ്ദുൽ മുത്തലിബ് മുഹമ്മദിന് മുൻഗണന നൽകി. മുഹമ്മദ് വരാതെ അദ്ദേഹം ഭക്ഷണം കഴിക്കില്ലായിരുന്നു. ഏറ്റവും നല്ല ഭക്ഷണ ഭാഗങ്ങൾ അദ്ദേഹം മുഹമ്മദിനു വേണ്ടി മാറ്റിവെക്കും. മുഹമ്മദ് കൂടെ ഇരുന്ന് കഴിച്ചാൽ ആ ഭക്ഷണത്തിൽ വലിയൊരു ഐശ്വര്യം അദ്ദേഹം അനുഭവിച്ചിരുന്നു. ഒരിക്കൽ അബ്ദുൽ മുത്തലിബിൻ്റെ കുറച്ചു ഒട്ടകങ്ങളെ കാണാതായി. ഒട്ടകങ്ങളെ അന്വേഷിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞയച്ചു. ഒട്ടകങ്ങളെ അന്വേഷിച്ചു പോയ മുഹമ്മദ് നബി മടങ്ങി വരാൻ വൈകി. അബ്ദുൽ മുത്തലിബ് പരിഭ്രാന്തനായി കഅബയെ വലയം ചെയ്തു കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എൻ്റെ മുഹമ്മദിനെ നീ തിരികെ എത്തിക്കണമേ. മുഹമ്മദ് തിരികെ വന്നപ്പോൾ അവിടുത്തെ വാരിപ്പുണർന്നുകൊണ്ട് അദ്ദേഹം വിതുമ്പി. അതായിരുന്നു ആ ബന്ധത്തിൻ്റെ ആയം. പക്ഷേ ആ സന്തോഷത്തിന് 2 വർഷത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അബ്ദുൽ മുത്തലിബ് തൻ്റെ മരണം അടുത്തുവെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടത് 8 വയസ്സുകാരനായ മുഹമ്മദിനെക്കുറിച്ചായിരുന്നു. തൻ്റെ മക്കളെയെല്ലാം അദ്ദേഹം അരികിൽ വിളിച്ചു. മക്കയുടെ പ്രതാപശാലിയായ ആ നേതാവ് വിറയ്ക്കുന്ന സ്വരത്തിൽ ചോദിച്ചു, എൻ്റെ ഈ മകനെ നിങ്ങളിൽ ആരേറ്റെടുക്കും? ഓരോരുത്തരും സന്നദ്ധത അറിയിച്ചെങ്കിലും ഒടുവിൽ അദ്ദേഹം മുഹമ്മദിനെ ഏൽപ്പിച്ചത് അബൂ തോലിബിൻ്റെ കൈകളിലായിരുന്നു. നബിയുടെ പിതാവ് അബ്ദുള്ളയുടെ അതേ മാതാവിൽ പിറന്ന സഹോദരനായിരുന്നു അബൂ തോലിബ്. തൻ്റെ മകനെ അബൂ തോലിബിൻ്റെ കൈകളിൽ വെച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഇവൻ സാധാരണക്കാരനല്ല. ഇവനെ നീ പൊന്നുപോലെ നോക്കണം. തൻ്റെ 82-ാം വയസ്സിലാണ് മക്കയുടെ ആ വലിയ തണൽ വിടവാങ്ങിയത്. മക്കയിലെ ഖുറൈശികൾക്ക് അദ്ദേഹം വെറും ഒരു നേതാവല്ലായിരുന്നു, മറിച്ച് അവരുടെ പിതാതുല്യനായ വഴികാട്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം മക്കയെ നിശബ്ദമാക്കി. അക്കാലത്തെ അറബികളുടെ ഉന്നതമായ ആചാരപ്രകാരമാണ് അദ്ദേഹത്തിന് മയ്യിത്ത് പരിപാലനം നടന്നത്. സുഗന്ധദ്രവ്യങ്ങൾ കലർത്തിയ വെള്ളത്തിൽ അദ്ദേഹത്തെ കുളിപ്പിച്ചു. പ്രമുഖരായ ഖുറൈശി നേതാക്കളും അദ്ദേഹത്തിൻ്റെ മക്കളായ അബൂ തോലിബും ഹംസയും അബ്ബാസും ഒക്കെ അതിന് നേതൃത്വം നൽകി. യമനിൽ നിന്നുള്ള വിലപിടിപ്പുള്ള 5 വസ്ത്രങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തെ പൊതിഞ്ഞത്. അക്കാലത്ത് മക്കയിലെ പ്രഭുക്കന്മാർ നൽകുന്ന ഏറ്റവും വലിയ ആദരമായിരുന്നു ഇത്. അദ്ദേഹത്തിൻ്റെ മയ്യിത്ത് കട്ടിൽ കഅബയുടെ അരികിൽ വെച്ചു. മക്കയിലെ ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ആദരമർപ്പിച്ചു. ഈ ചടങ്ങുകളെല്ലാം നടക്കുമ്പോൾ 8 വയസ്സുകാരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മൂലയിൽ വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു. മയ്യിത്ത് കട്ടിൽ ഖബറടക്കത്തിനായി മക്കയിലെ ഹജൂൻ, ഇന്നത്തെ ജന്നത്തുൽ മുഅല്ല എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോൾ ആളുകൾക്കിടയിലൂടെ ആ ബാലൻ ഓടി നടന്നു. തൻ്റെ ഉപ്പയെ കണ്ടിട്ടില്ല. ഉമ്മയെ മരുഭൂമിയിൽ മറവ് ചെയ്തു. ഇപ്പോൾ ഇതാ തന്നെ മകനെ പോലെ ഏറ്റവും സ്നേഹിച്ച മുത്തശ്ശനും മണ്ണിലേക്ക് മറയുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നത് കണ്ട് ഖുറൈശി സ്ത്രീകൾ പോലും അലമുറയിട്ട് കരഞ്ഞുപോയി എന്ന് ചരിത്രത്തിൽ കാണാം. മക്കയിലെ പുരാതന ഖബർസ്ഥാനായ അൽ ഹജൂനിൽ അദ്ദേഹത്തെ മറവ് ചെയ്തു. ഖബറടക്കം കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു പോയിട്ടും ആ ഖബറിനരികിൽ നിന്ന് മാറാൻ കുഞ്ഞു മുഹമ്മദ് തയ്യാറായിരുന്നില്ല. ഒടുവിൽ ഉത്തരവിയ സഹോദരൻ അബൂ തോലിബ് ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. അബൂ തോലിബ് അത്ര വലിയ സമ്പന്നനായിരുന്നില്ല. അദ്ദേഹത്തിന് ഒരുപാട് മക്കളുണ്ടായിരുന്നുവെങ്കിലും ആ വീട്ടിലേക്ക് മുഹമ്മദ് വന്നതോടെ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അബൂ തോലിബിൻ്റെ വീട്ടിൽ എപ്പോഴും ദാരിദ്ര്യമുണ്ടായിരുന്നു. മക്കൾക്ക് വയറു നിറയെ കഴിക്കാനുള്ള ഭക്ഷണം പലപ്പോഴും അവിടെ ഉണ്ടാകാറില്ല. എന്നാൽ മുഹമ്മദ് ആ വീട്ടിലെത്തിയതോടെ എല്ലാം മാറി. മുഹമ്മദ് കൂടെ ഇരുന്ന് കഴിച്ചാൽ ആ കുറഞ്ഞ ഭക്ഷണം എല്ലാവർക്കും തികയുമായിരുന്നു. മുഹമ്മദ് ഇല്ലാതെ അവർ കഴിക്കാനിരുന്നാൽ ആർക്കും വയറ് നിറയില്ല. ഇതുകണ്ട് അത്ഭുതപ്പെട്ട അബൂ തോലിബ് തൻ്റെ മക്കളോട് പറയുമായിരുന്നു, മക്കളെ, മുഹമ്മദ് വരുന്നത് വരെ കാത്തിരിക്കൂ. അവൻ വന്നാലേ നമുക്ക് ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവൂ. അബൂ തോലിബ് സ്വന്തം മക്കളെക്കാൾ അധികം മുഹമ്മദിനെ സ്നേഹിച്ചു. പുറത്തുപോയി വരുമ്പോൾ മുഹമ്മദിനു വേണ്ടി മധുര പലഹാരങ്ങൾ കരുതും. രാത്രിയിൽ തൻ്റെ തൊട്ടടുത്തു തന്നെ മുഹമ്മദിനെ കിടത്തും.
രാവിലെ മുഹമ്മദ് എഴുന്നേൽക്കുമ്പോൾ അവിടുത്തെ മുഖത്ത് ഒരു പ്രത്യേക പ്രകാശവും സുഗന്ധവും അബൂ ത്വാലിബ് കാണുമായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, "നീ ഒരു പുണ്യവാനായ കുട്ടിയാണ്." തൻ്റെ 8-ാം വയസ്സിൽ അബൂ ത്വാലിബിൻ്റെ വീട്ടിലെത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കണ്ടത് സ്നേഹമായിരുന്നെങ്കിലും തൻ്റെ പിതൃവ്യ സഹോദരൻ്റെ കഷ്ടപ്പാടുകൾ ആ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിച്ചു. താൻ ആ വീട്ടിലൊരു അതിഥിയായിരുന്നു ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. തൻ്റെ പ്രിയപ്പെട്ട പിതൃവ്യ സഹോദരൻ്റെ ഭാരം എങ്ങനെയെങ്കിലും ലഘൂകരിക്കണമെന്ന് ആ കൊച്ചുപ്രായത്തിൽ തന്നെ അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി. അക്കാലത്ത് മക്കയിലെ കുലീന കുടുംബങ്ങളിലെ കുട്ടികളൊന്നും ആടുകളെ മേയ്ക്കാൻ പോകാറില്ലായിരുന്നു. അത് സാധാരണക്കാരായ ആളുകൾ ചെയ്യുന്ന ജോലിയായാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ തൻ്റെ അന്തസ്സോ കുടുംബ മഹിമയോ നോക്കാതെ പിതൃവ്യ സഹോദരനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജോലി സ്വയം തിരഞ്ഞെടുത്തു. ഒരു ദിവസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിനെ സമീപിച്ച് തൻ്റെ ആഗ്രഹം അറിയിച്ചു. "ഞാൻ മക്കക്കാരുടെ ആടുകളെ മേയ്ക്കാൻ പോയിക്കൊള്ളട്ടെ. അതിലൂടെ കിട്ടുന്ന വരുമാനം നമ്മുടെ കുടുംബത്തിന് ഒരു സഹായമാകുമല്ലോ." ആദ്യം അബൂ ത്വാലിബ് ഇതിന് സമ്മതിച്ചില്ല. തൻ്റെ സഹോദരൻ അബ്ദുള്ളയുടെ ഏക മകൻ വെയിലുകൊണ്ട് കഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. എന്നാൽ മുഹമ്മദിൻ്റെ നിർബന്ധത്തിനും സ്നേഹത്തിനും മുന്നിൽ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. ഈ സംഭവം വെറും ഒരു ജോലി ആയിരുന്നില്ല. അള്ളാഹു തൻ്റെ പ്രവാചകനെ ഒരു വലിയ ദൗത്യത്തിന് തയ്യാറെടുപ്പിക്കുകയായിരുന്നു. ആടുകളെ മേയ്ക്കുന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച പാഠങ്ങളാണ് ക്ഷമ. ഓരോ ആടിൻ്റെയും സ്വഭാവം മനസ്സിലാക്കി അവയെ നിയന്ത്രിക്കാൻ വലിയ ക്ഷമ വേണം. തളർന്നു പോകുന്ന ആടുകളെ തോളിലേറ്റിയും അവയ്ക്ക് വെള്ളം നൽകിയും നബി തൻ്റെ കാരുണ്യം പ്രകടിപ്പിച്ചു. ചിതറിപ്പോകുന്ന ആടുകളെ ഒരുമിച്ച് നിർത്തി വഴിനടത്തുന്നത് ഒരു ജനതയെ നയിക്കുന്നതിൻ്റെ ആദ്യ പാഠമായിരുന്നു. മക്കയിലെ ഖുറൈശികൾ തങ്ങളുടെ ആടുകളെ മേയ്ക്കാൻ മുഹമ്മദിനെ ഏൽപ്പിക്കുമ്പോൾ അവർക്കൊരു കാര്യം ഉറപ്പായിരുന്നു. മുഹമ്മദിൻ്റെ കയ്യിൽ തങ്ങളുടെ ആടുകൾ സുരക്ഷിതമായിരിക്കും. ഓരോ വൈകുന്നേരവും തനിക്ക് കിട്ടുന്ന ആ ചെറിയ നാണയത്തുണ്ടുകൾ അമ്മാവൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ ആ 8 വയസ്സുകാരൻ്റെ മുഖത്തുണ്ടായിരുന്ന സംതൃപ്തിയാണ് അദ്ദേഹത്തെ യഥാർത്ഥ അൽ അമീനാക്കി മാറ്റിയത്.